നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള മാറ്റം വരുന്നത് ജ്ഞാനത്തിലൂടെയാണ്, യഥാർത്ഥ ജ്ഞാനത്തിലൂടെ. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഇത്രയും പ്രാധാന്യമുള്ളത്. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്നുമുള്ള ആ അറിവ് മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ സാധ്യത ഉണ്ടാക്കുകയാണ്. എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ ടീച്ചറും ശിഷ്യനും ഒരുമിച്ച് വളരുന്നു. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഉപനിഷത് മന്ത്രമാണ്. ഒരുമിച്ചാണ് വളരുന്നത്. ഈ ലോകത്തിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ പല ഫിലോസഫീസും, ഒരുപക്ഷെ ഭൂരിപക്ഷം ഫിലോസഫീസും ആദ്യം പുറമേ മാറ്റങ്ങൾ കൊണ്ടുവരിക, അതിന് ശേഷം നല്ലൊരു ഭരണ സംവിധാനം കൊണ്ടുവരിക, എന്നിട്ട് ആൾക്കാരെ മാറ്റാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുക എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഭാരതീയ ദർശനം അങ്ങനെയല്ല എന്ന് മഹാത്മാഗാന്ധിജി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള വളർച്ച ഉള്ളിൽ നിന്നും പുറത്തേക്കാണ്. ഒരു വിത്തിൽ നിന്നാണ് മരം ഉണ്ടാവുന്നത്, മരം കൊണ്ട് വയ്ക്കല്ല ചെയ്യുന്നത്. എപ്പോഴും സീഡ്സാണ് തുടക്കത്തിൽ. ബാബുജി മഹാരാജ് പറഞ്ഞു, ഈശ്വരൻ ഒരു വിഡ്ഢിയല്ല മരങ്ങൾ കൊണ്ടു നടക്കാൻ, സീഡ്സ് കൊണ്ടു നടക്കാൻ പറ്റുമായിരുന്നു. വിത്തുകളാണ് എപ്പോഴും ഉള്ളത്. ആ വിത്തുകൾക്ക് വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊണ്ടേയിരിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നൽകേണ്ടത് എന്നാണ് മഹാത്മാഗാന്ധിജി പറയുന്നത്. ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, പിന്നെ കളക്റ്റീവ് അപ്രോച്ച്. സത്യാഗ്രഹത്തിൽ ജീവിതം ഊന്നി നിൽക്കുന്നൊരു യാത്ര, അഹിംസയിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ളൊരു യാത്ര, സർവോദയത്തിൽ, അതാ അടുത്ത ആസ്പെക്റ്റ്. ഇങ്ങനെ സെൽഫ് പ്രോഗ്രസ് നടത്തുന്ന വ്യക്തികൾ എല്ലാവരുടെയും ഉന്നമനത്തിനായി, ആധ്യാത്മിക ഉന്നമനത്തിനായി, പ്രധാനമായിട്ടും മനസ്സിൻ്റെ ഉയർച്ചയ്ക്കായിട്ട്
പ്രവർത്തിക്കുക. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഉയർച്ചയിൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശാരീരികമായിട്ടുള്ള ആരോഗ്യം വേണം, അതുകൊണ്ടാണ് ഫിസിക്കൽ വർക്ക് വേണം. കാരണം എല്ലാവരും ശരീരത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ശാരീരികമായിട്ടൊരു പ്രവൃത്തി ചെയ്യണം എന്ന് ഗാന്ധിജി നിഷ്കർഷിച്ചത് അതുകൊണ്ടാണ്. ചർക്കയാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചത്. അപ്പം എല്ലാ ലെവൽസും ആ വർക്ക് നടക്കണം. അപ്പം അങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നൊരു വ്യക്തി എല്ലാ റെസ്പോൺസിബിലിറ്റീസും ശരിക്കും ഏറ്റെടുത്തിട്ട് ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, ജീവിതത്തിൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി മറ്റുള്ളവർക്ക് മാതൃകയാവുന്നു. അപ്പോൾ എങ്ങനെ എല്ലാവരും വളരുന്നു. അപ്പം ഇങ്ങനൊരു മാതൃകാപരമായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സെൽഫ് ഗവൺമെൻറ്, സെൽഫ് റൂൾ, സ്വരാജ് ഒക്കെ പറയുന്നത് അതാണ്. അപ്പോൾ എല്ലാം കൊണ്ടു നടക്കാൻ ഒരു ഗ്രൂപ്പ് വേണം. പക്ഷേ ഭരണത്തിൻ്റെ ആവശ്യമില്ല, അടിച്ചമർത്തലിൻ്റെ ആവശ്യമില്ല, അവിടെ പട്ടാളത്തിൻ്റെ ആവശ്യമില്ല. എന്തൊരു ദർശനമാണ്. അങ്ങനെ ഒരു ലോകം, സത്യലോകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഭൂമിയിൽ വരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. നമ്മുടെ മാസ്റ്റേഴ്സ് അത് തന്നെയാണ് പറയുന്നത്. ആസ് എബവ് സോ ബിലോ, അതുപോലെ തന്നെ ഇവിടെ ആയിത്തീരണം. ആ സ്വർഗരാജ്യം ഇവിടെ വരയണമേ എന്ന് പ്രാർത്ഥനയുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവോൾവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. സെൽഫ് എവല്യൂഷൻ ശ്രദ്ധിച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യം മാക്സിമം ബെറ്റർമെൻറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മനസ്സിലാക്കിയിട്ടുള്ളൊരു യാത്ര. മനസ്സ് കൂടുതൽ ബാലൻസ്ഡ് ആയിട്ട് എല്ലാ സമയത്തും നല്ല രീതിയിൽ തൻ്റെ പ്രവൃത്തികൾ ചെയ്യാനുള്ളൊരു സ്റ്റേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക, അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനാണ് സാധന, അതിനാണ് സഹജമാർഗ സാധന ഏൽപ്പിക്കുന്നത്, സഹജമായിട്ടുള്ള ജീവിതം. എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നൊരു വ്യക്തി മറ്റുള്ളവർക്ക് മാതൃകയാകുന്നു. അങ്ങനെ അവരും അട്രാക്റ്റഡ് ആകുന്നു. അപ്പോൾ ഇവിടെ നിർബന്ധങ്ങളുടെ ആവശ്യമില്ല. അങ്ങനെ കളക്റ്റീവായിട്ട് ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്ന കളക്റ്റീവായിട്ട് ഗ്രൂപ്പ്സ് പിന്നെ ആകർഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലോകം, അതാണ് ദിവ്യലോകം എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തെ ഇവിടെ നിർമ്മിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാസ്റ്റേഴ്സ്. നമ്മളെ മാസ്റ്റേഴ്സ് ആക്കണം. അതാണ് ദാജി പറയുന്നത്, എല്ലാവരും മാസ്റ്റേഴ്സ് ആവണം. ഈ തരത്തിലുള്ള ഒരിക്കലും സ്വാർത്ഥത ടച്ച് ചെയ്യാത്ത മനുഷ്യർ, എപ്പോഴും ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഏത് ഏജായാലും, ചെറുപ്പായാലും പ്രായമായാലും, എപ്പോഴും ഒരേ ബോധത്തോട് കൂടിയിട്ട് ആ പർപ്പസ് മറക്കാത്ത ഒരു ജീവിതം. അതാണ് ഈശ്വരൻ ശരിക്കും മനുഷ്യരൂപത്തിൽ ഉണ്ടാകുമ്പോഴുള്ള അവസ്ഥ. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അത്ഭുതകരമായുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈ അടുത്ത് ദാജി പറഞ്ഞൊരു സ്പീച്ചിൽ കേൾക്കുന്നുണ്ടായി. ഈശ്വരൻ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? മനുഷ്യരിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു, മനുഷ്യത്വത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു. ദിവ്യത്വം എത്രത്തോളം ഇവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു, അത് ഈശ്വരൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ ഇവിടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ഒരു സമൂഹം, എല്ലാവരും പെർഫെക്ഷനിൽ യാത്ര ചെയ്യുന്നു, പെർഫെക്ഷനിൽ എത്തില്ല, പെർഫെക്ഷനിലേക്ക് ഉയരുന്ന ഒരു ജീവിതം. അങ്ങനൊരു ലോകം ഇവിടെ വരാനാണ് ശരിക്കും എഡ്യൂക്കേഷൻ. ഇവിടെ യുദ്ധങ്ങളുണ്ടാവില്ല, മിസറീസ് ഉണ്ടാവും, ശാരീരികമായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും, തീർച്ചയായും രോഗങ്ങളുണ്ടാവും. കാരണം ജനിക്കണം, അസുഖം വരണം, മരിക്കണം. പക്ഷേ ഇതിനിടയിലൊന്നും ഒരു തരത്തിലും മനസ്സ് പതറാതെ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾ, നമ്മൾ മാസ്റ്റേഴ്സ് അങ്ങനെ ജീവിതമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എപ്പോഴും വയ്യാതെ കിടക്കുമ്പോഴുകൂടി രാമകൃഷ്ണ പരമഹംസൻ്റെയോ രമണ മഹർഷിയുടെയോ മഹാത്മാഗാന്ധിജിയുടെയോ ജീവിതം നോക്കിയാൽ കാണാൻ സാധിക്കും. ചാരുജി മഹാരാജ്, ദാജി, ഈ അടുത്ത് അരുൺ ഷൂരി എഴുതിയിട്ടുള്ള പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് എന്നുള്ളൊരു പുസ്തകം വായിക്കേണ്ടായി. ഒരുപാട് കാര്യങ്ങൾ അതിൽ റിവീൽ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതം ശരിക്കും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ ലോകത്തുനിന്ന് വിടവാങ്ങുമ്പോൾ ഉള്ള ഒരു അവസരത്തിന് വേണ്ടി തയ്യാറെടുപ്പാണ് എന്നാണ് ബുദ്ധി സിദ്ധാന്തം. അപ്പോൾ നമ്മൾ ഓരോ മൊമെൻറ്റും ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം അവർ പറയുന്നുണ്ട്. ഓരോ മൊമെൻറ്റിലും നമ്മൾക്ക് മനസ്സിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഏത് മൊമെൻറ്റിലാണ് ഇവിടുന്ന് വിടേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ എല്ലാ മൊമെൻറ്റും ബെസ്റ്റ് മൊമെൻറ്റ് കാഴ്ചവെക്കാനുള്ള ഒരു ക്ഷമത, കഴിവ് നമ്മുടെ ഉള്ളിൽ വരാനാണ് ശരിക്കും എഡ്യൂക്കേഷൻ. അങ്ങനെ കഴിഞ്ഞാൽ ഭയമില്ലാണ്ടേ മാറുന്നു. ഇവിടുന്ന് യാത്ര ചെയ്ത് പോകുന്നവരെ സന്തോഷപൂർവ്വം യാത്ര ചെയ്യാൻ അനുവദിക്കുന്നു. നമ്മൾ യാത്രയ്ക്ക് തയ്യാറാവുന്നു, മറ്റുള്ളവരെ ആ യാത്രയ്ക്ക് തയ്യാറാക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ്റെ പർപ്പസ്. അങ്ങനെയാണ് ഇവിടെ ഒരിക്കലും യുദ്ധത്തിൻ്റെ ആവശ്യം തന്നെ വരില്ല, വയലൻസിൻ്റെ ആവശ്യം തന്നെ വരില്ല എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കാം. അടുത്ത സെഷൻ വരെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.